ഇനി നിങ്ങൾ ചെയ്യേണ്ട, ഇനി UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 2026 ഞങ്ങൾ ചെയ്തോളാം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ. UDF ചെയ്യും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച കാര്യങ്ങൾ അടുത്ത UDF സർക്കാർ അവിടെ തുടരും. നിങ്ങൾ ഇനി ഒന്നും ചെയ്യുന്നു. 2026 കനത്ത തോൽവി തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിഭ്രാന്തിയിലാണ് ഇപ്പോൾ ഗവൺമെന്റ് പെരുമാറുന്നത്. എന്തൊക്കെ ചെയ്യണമെന്നൊരു രൂപമില്ല. തോന്നുന്നതൊക്കെ ചെയ്യാൻ, ചെയ്യുന്നതൊക്കെ പാളിപ്പോവുകയും ചെയ്യാം. 7 നിലയിലാണ് പോകുന്നത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അങ്ങനെയാണ് ആ വിഭ്രാന്തിയിൽ നിന്നാണ് ഉടലെടുത്ത സംഭവമാണ് നമ്മുടെ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. 10ാമത്തെ കൊല്ലമായപ്പോൾ പിണറായി വിജയന് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? 10ാമത്തെ കൊല്ലം. ഞാനിതൊക്കെ പറഞ്ഞാലും അത് നടത്തിയത് നന്നായെന്നുള്ള അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ആളുകൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആളുകൾ ഇപ്പോൾ ഓർത്തെടുക്കും. പഴയ കാര്യങ്ങൾ ഇപ്പം മുഴുവൻ പണ്ട് നടത്തിയ പ്രസ്താവനകളാണ്. എവിടെ നോക്കിയാലും മുഖ്യമന്ത്രിയും സഹപ്രവർത്തകരും പണ്ട് നടത്തിയ പ്രസ്താവനകളാണ് എല്ലായിടത്തും കാണുന്നത്. അന്നത്തെ കാലം അതെല്ലാവരെയും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. എന്തായിരുന്നു? പോലീസിന്റെ പിന്തുണയോടുകൂടി പോലീസ് ക്ലബിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് 2 പേരെ, അവരുടെ പേരൊന്നും പറയുന്നു, രാത്രി ഇരുട്ടിന്റെ മറവിൽ ശബരിമല കയറ്റി ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു. ആകാശം ഇടിഞ്ഞു വീണാലും ഈ നിലപാടിൽ നിന്നും മാറ്റമുണ്ടാകില്ല എന്ന് പറഞ്ഞൊരാൾ. ആചാര ലംഘനം നടത്തുന്നതിന്റെ ഭാഗമായി നവോത്ഥാന സമിതിയുണ്ടാക്കി കേരളത്തിൽ മുഴുവൻ മതിൽ തീർത്തയാൾ. നവോത്ഥാനം പുരോഗമന ചിന്താഗതിയാണ് നവോത്ഥാനം. ആ നവോത്ഥാനം അതിൽ പങ്കെടുത്ത 2 പേരാണ്, ഒരു ചേട്ടനും ചേച്ചിയാണ്. പത്തനംതിട്ടയിൽ നിധി കിട്ടാൻ വേണ്ടിയിട്ട് നരബലി നടത്തിയത്. അതിൽ പങ്കെടുത്ത 2 പേരാണ് നരബലി നടത്തിയത്. അതാണ് നവോത്ഥാനം. നമ്മൾ എന്താ ചെയ്തത്? ഈ തീരുമാനം വന്നപ്പോൾ നമ്മൾ നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിച്ചു. 3 ചോദ്യങ്ങൾ. എന്താ ചോദ്യങ്ങൾ? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആചാര നടപടികൾ അവിടെ നന്നായി നടത്തിക്കൊണ്ടുപോകുന്നതിന് അനുകൂലമായ ഒരു സത്യവാങ്മൂലം നമ്മൾ സുപ്രീം കോടതിയിൽ കൊടുത്തു. LDF ഗവൺമെന്റ് വന്നപ്പോൾ, പിണറായി സർക്കാർ വന്നപ്പോൾ ആ സത്യവാങ്മൂലം തിരുത്തി ആചാര ലംഘനത്തിന് നടപടി സ്വീകരിക്കുന്ന ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകി. അപ്പൊ ഈ 10ാമത്തെ കൊല്ലം അയ്യപ്പ ഭക്തി വന്നിരിക്കുന്ന പിണറായി വിജയനും സർക്കാരും സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. മിണ്ടിക്കൊടുത്തിട്ടില്ല, ഇതുവരെ മിണ്ടിക്കൊടുത്തിട്ടില്ല. 2ാമത്തെ ചോദ്യം, ഉമ്മൻചാണ്ടി അടക്കം അടൂർ പ്രകാശ് അടക്കം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നിരവധി UDF നേതാക്കന്മാർക്ക്, പ്രവർത്തകർക്ക്, UDFിൽ അല്ലാത്ത നാമജപഘോഷയാത്ര നടത്തിയ സ്ത്രീകൾക്കെതിരായിട്ടൊക്കെ ആയിരക്കണക്കിന് കേസുകളാണ്. ഇപ്പോഴും അവർ കോടതി കയറി ഇറങ്ങാണ്. കേസ് പിൻവലിക്കുമെന്നൊരിക്കൽ പറഞ്ഞതാണ്, പക്ഷെ കേസ് പിൻവലിച്ചിട്ടില്ല. ആ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതാണ് 2ാമത്തെ ചോദ്യം. ഒരു കേസും പിൻവലിച്ചിട്ടില്ല. 3ാമത്തേത് കുറെ കൂടി രസകരമാണ്. 10 കൊല്ലമായിട്ട് ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല. 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ സായാഹ്നത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ. ഇപ്പോഴാണ് ഓർത്തത്. മാസ്റ്റർ പ്ലാൻ ശബരിമലയുടെ വികസനത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടൂർ പ്രകാശും KC ജോസഫും എല്ലാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ അംഗങ്ങളായി. അവരന്ന് ചെയ്തതറിയാമോ? ശബരിമലയുടെ വികസനത്തിന് തടസ്സമായി നിന്നത് വനഭൂമി കിട്ടാത്തതാണ്. വനഭൂമി കിട്ടുക എന്ന് പറഞ്ഞാൽ സങ്കീർണമായ നടപടിക്രമമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ 112 ഹെക്ടർ സ്ഥലം, അതായത് 300 ഏക്കറിൽ താഴെ ഈ സങ്കീർണമായ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അത് ശബരിമലയുടെ വികസനത്തിന് വനം വകുപ്പിൽ നിന്ന് വാങ്ങിച്ചെടുത്തു. വനം വകുപ്പിന്റെ ഭൂമി നമ്മൾ എടുത്താൽ പകരം വനം വകുപ്പിന് എവിടെയെങ്കിലും ഭൂമി കൊടുക്കണം. അതിന് അല്ലേ ഇടുക്കി ജില്ലയിൽ 112 ഹെക്ടർ സ്ഥലം പകരം സർക്കാർ അക്വയർ ചെയ്തു. 32 ഏക്കർ വരും.
അത്രയും സ്ഥലം, കൂടുതൽ സ്ഥലം, എടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം അക്വയർ ചെയ്ത് ഇടുക്കി ജില്ലയിൽ കൊടുത്തു. ആ ഗവൺമെന്റാ. എന്നിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്വാമി അയ്യപ്പൻ റോഡ്, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ. പക്ഷെ 2016 ഇതെല്ലാം തീർന്നു. പിന്നെ ഒന്നുമില്ല. പിന്നെ മുഴുവൻ അവിടെ ചെയ്ത പണി മുഴുവൻ അറിയാലോ. അവിടെ മുഴുവൻ കുഴപ്പമുണ്ടാക്കി, അത് മുഴുവൻ തകർക്കുന്ന, ശബരിമലയുടെ ഒരു സാങ്കത്യം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാർ 10ാമത്തെ കൊല്ലമായപ്പോ മാസ്റ്റർ പ്ലാൻ. ഇതാരെ പറ്റിക്കാനാണ് എന്നാണ് നമ്മുടെ 3ാമത്തെ ചോദ്യം. ആരെ കബളിപ്പിക്കാനാണ്? ആരെ കബളിപ്പിക്കാൻ? ഇനി നിങ്ങൾ ചെയ്യേണ്ട, ഇനി UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 2026 ഞങ്ങൾ ചെയ്തോളാം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ. UDF ചെയ്യും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച കാര്യങ്ങൾ അടുത്ത UDF സർക്കാർ അവിടെ തുടരും. നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ചെയ്യാൻ ജനങ്ങൾ സമ്മതിക്കുകയില്ല. ഇനി